ആര്യം പ്രശ്നം എന്താണ് ആക്ച്വലി സംഭവിച്ചത്? നമുക്ക് ഈ കാര്യങ്ങളൊന്നും നോക്കാം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ അനിമോൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ PR ആണ് മറ്റേതാണെന്ന് പറയും. അതിപ്പോ ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാലും ആരും പറയുന്ന ഒരു ഡയലോഗ് മാത്രമാണ്. PRും കൊപ്പൊന്നും അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ കേട്ടോ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിലൊക്കെ കാണുന്നു, പിന്നെ അനിമോൾ തെറ്റാണ് ചെയ്തത്, അനിമോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അനിമോൾ എന്തിനാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് അവരുടെ പേഴ്സണൽ കാര്യമില്ല, അവർ ഉമ്മയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന്. എന്തുകൊണ്ടാണ് അനിമോൾ അത് പറയേണ്ടി വന്നത്? അനിമോളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനിമോൾ അത് പറയേണ്ടി വന്നത്. ആ സാഹചര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? നമ്മൾ കുറെ ദിവസമായിട്ട് കാണുന്നതാണ് ആര്യൻ അനിമോളെ വളരെ മോശമായിട്ട് അനിമോളോട് ബിഹേവ് ചെയ്യുന്നത്, ചവിട്ടാൻ ശ്രമിക്കുന്നത്, ചവിട്ടുന്നത്, അടിക്കുന്നത്, ഇതെല്ലാം അതാണ് അനിമോളുടെ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഉറ്റു നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ലവ് കോംബോ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന്. പക്ഷെ അനിമോളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ലവ് കോംബോയുടെ ട്രാക്ക് വരാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ കളഞ്ഞു. അപ്പം ഇവര് പക്ഷേ അനിമോളെ ഈ ലവ് ട്രാക്ക് ഇളയ ഒരു പയ്യനുമായിട്ട് ചേർത്ത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അനിമോളെ പുറത്താക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ആരാണ്? ജിസേൽ, ആര്യൻ, അക്ബർ, അപ്പാനി, അതുപോലെ തന്നെ റെന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്നി, ഇത്രയും ആൾക്കാരുള്ള ആ ഗ്യാങ് ശ്രമിച്ചത്. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന പോലെ ഒണിയലും ഉണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഗ്യാങ് അനിമോളെ വളരെ മോശക്കാരിയാക്കിക്കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. അത് അനിമോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അനിമോൾ പക്ഷെ ആദ്യം മുതൽ തന്നെ ജിസേലിനെയും ഇവരെല്ലാം വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ ആ ഒബ്സർവേഷനിൽ പല കാര്യങ്ങളും പലപ്പോഴായിട്ട് കാണുന്നുണ്ട്, നമ്മളും പ്രേക്ഷകരും കാണുന്നുണ്ട്. ബിഗ് ബോസ് നമ്മളെയും കാണിക്കുന്നത് എന്തിനാണ്? ഈ വളരെ മോശമായിട്ട് അങ്ങേയറ്റവും പലതും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുതപ്പിനടിയിൽ ഈ ആരിന്റെ ബെഡിനകത്ത് ഈ ബെഡിൽ കിടക്കുന്നത് ജിസേലും ആരിനുമാണ്. ഈ ജിസേലും ആരിനും കൂടി പുതപ്പ് മൂടിയിട്ട് രാത്രിയിൽ പല കാമകളികളും അവിടെ നടത്തുന്നുണ്ട്. ഉള്ളത് പറയല്ല, പച്ചയ്ക്ക് പറയാമല്ലോ. ഇതൊക്കെ ലൈവ് കാണുന്ന എല്ലാവരും, കണ്ണുപൊട്ടന്മാരൊന്നുമല്ല, എല്ലാവരും കാണുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഹൊററും മറ്റേത് മറിച്ചതൊന്ന് പറയാനെന്ന രീതിയിലും ചില സമയത്ത് പിന്നെ ശൈത്യം അതിനുടെ ഇടയിലേക്കൊന്ന് അഴിഞ്ഞു കയറും. ചില സമയം റെന, പിന്നെ മിക്കവാറും ഒക്കെ റെനയും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ 4 പേര് 3 പെണ്ണുങ്ങളെയും നടുക്ക് വെച്ചാണ് എപ്പോഴും ആര് ആ പുതപ്പിനടിയിൽ ഉണ്ടാവുന്നത്. എന്തിനാണ് പുതപ്പ് മൂടുന്നത്? കാര്യം പറയാനാണെങ്കിൽ പുതപ്പ് മൂടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവർ പോട്ടെ 4 പേരും കൂടി ഒരിക്കലും വേറെ പരിപാടികളൊന്നും എടുക്കുന്ന ആൾക്കാരല്ല, അത് വളരെ മോശം, നമ്മൾ ചിന്തിക്കുന്നത് മോശമാണ്. പക്ഷേ രാത്രിയിലും ഈ ജിസേലും ആര്യനും പുതപ്പ് മൂടിയിട്ട് അവർ പല കാര്യങ്ങളും കാണിക്കുന്നു എന്ന് കാണിച്ചിട്ട് നമ്മുടെ ലൈവിൽ കാണുന്നുണ്ട്. അവര് അടുത്തോട്ട് മുഖം കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ട കാര്യമാണ്. വെറുതെ